ഹായ് കൂട്ടുകാരെ, ഇന്നെന്താ പറയാൻ പോകുന്നതെന്നറിയാവോ? ഇന്നാണ് എൻ്റെ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അന്നേരമാണെങ്കിൽ മോൾക്ക് ഇതുപോലെ സ്കൂളിൽ ചെന്നപ്പം ഒരു ഫ്രണ്ട്, അവളുടെ ഒരു ഏറ്റവും അടുത്തൊരു ഫ്രണ്ടാട്ടോ. അപ്പം മോളുടെ പേര് ഫെമി എന്നാണേ. അപ്പോൾ അവൾ കൊണ്ടൊരു ചോക്ലേറ്റ് ഗിഫ്റ്റായിട്ട് കൊടുത്തു കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടാണ് പൊട്ടിച്ചതാണ്. ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നു കഴിഞ്ഞിട്ടാണ് ആൾ കഴിച്ചത്. നല്ലൊരു നല്ല ഒരു മുട്ടായി ആയിരുന്നു കേട്ടോ. ഇതാണ് സംഭവം. ഞാനിത് ഇപ്പം ഇങ്ങനെ കാണിക്കുമ്പം നിങ്ങൾക്കിത് വായിക്കാൻ നിങ്ങൾ ശ്രമിച്ചത് വായിച്ചോളൂ കേട്ടോ. നല്ലൊരു ചോക്ലേറ്റ് ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റുമായിരുന്നു. അപ്പോൾ ഇത് മോൾക്ക് കൊണ്ടു കൊടുത്ത കേട്ടോ. ഇത് നമ്മുടെ നാട്ടിലെ ചോക്ലേറ്റ് അല്ല, നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ഞാനിത് ആദ്യമായിട്ട് കഴിക്കുകയാണ്. ഈ ഒരു ടേസ്റ്റ് ചോക്ലേറ്റ് ഞാൻ ആദ്യമായിട്ട് കഴിക്കുകയാണേ. അപ്പം ഭയങ്കരമായിട്ട് സന്തോഷത്തിലാണ് കയറി വന്നേ. എനിക്ക് ഫെമി കൊണ്ടുവന്ന് ഈ ഒരു ചോക്ലേറ്റ് തന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര സന്തോഷത്തിലാണ് കയറി വന്നേ. അപ്പം നമ്മളിങ്ങനെ വട്ടം ഇടുമല്ലോ ചോക്ലേറ്റൊക്കെ കാണുമ്പോൾ. നമുക്ക് ഇങ്ങനെ ഒരു കാണാത്ത ചോക്ലേറ്റ് കാണുമ്പോൾ നമുക്കൊരു ക്യൂരിയോസിറ്റി വരുമല്ലോ. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു പൊട്ടിക്കണ്ടായോ എന്നൊക്കെ ചോദിച്ചു. പിന്നെ ഞാൻ പറഞ്ഞു ഉച്ചയാകുമ്പോൾ ഇപ്പോൾ ഇങ്ങനെ വരുമല്ലോ, 10ൻ്റെ ക്ലാസ്സൊക്കെ തുടങ്ങിയല്ലോ. അപ്പം മറ്റേ പിള്ളേർക്ക് ഇപ്പോൾ എക്സാം ആയതുകൊണ്ട് ഉച്ചയാകുമ്പോഴത്തേന് വരും. അപ്പം ഞാൻ പറഞ്ഞു ചോറൊക്കെ ഉണ്ടിട്ട് പൊട്ടിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അപ്പോൾ എന്നിട്ട് ഞാൻ പറഞ്ഞു ഇല്ല കുഴപ്പമില്ല, എന്നാൽ പൊട്ടിച്ച് കുറച്ച് കഴിച്ചിട്ട് ചോറ് തരാമെന്ന് പറഞ്ഞു. അല്ല വേണം, നമുക്ക് ചോറൊക്കെ ഉണ്ടിട്ട് സമാധാനമായിട്ടിരുന്ന് പൊട്ടിക്കാമെന്നൊക്കെ പറഞ്ഞു. ആ ഒരു ക്ഷമ കേട്ടോ, ഭയങ്കര ഒരു ക്ഷമയാണ് ഈ ഒരു സമയം നമുക്ക്. പക്ഷേ വെയിറ്റിങ് മൈൻഡ് കുറവാണ് അന്നേരം. എന്നാലും അവളത് പൊട്ടിക്കുന്നവരെ ഞങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തു കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നു. താഴെ കൊണ്ട് അപ്പച്ചനും അമ്മച്ചിക്കും എല്ലാവർക്കും കൊടുത്തു. അങ്ങനെ കഴിച്ചത് കേട്ടോ. അപ്പോൾ എന്തൊരു സാധനം ഉണ്ടെങ്കിലും വീട്ടിൽ വന്നിട്ട് മാക്സിമം ഇപ്പോൾ പുറത്ത് വെച്ച് അല്ലാതൊരു ഫംഗ്ഷന് ഒരു പാക്കറ്റൊക്കെ കിട്ടുമ്പോൾ എല്ലാവരും കൂടെ നിന്ന് കഴിക്കുന്ന, അല്ലാതെ ഇങ്ങനെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കേട്ടോ ഇവിടെ കൊണ്ടുവന്നിട്ടേ അത് എന്നെ കൊണ്ടതൊന്ന് ഓപ്പൺ ചെയ്യിക്കുമ്പോൾ അവർക്കൊരു ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പം നമുക്കും അത് അങ്ങനെ ഒന്ന് ശീലിപ്പിച്ചുകൊണ്ടായിരിക്കും അതൊരു നല്ലൊരു ക്വാളിറ്റി ആയിട്ടാണ് നമ്മൾ കാണുന്നത് കേട്ടോ. നല്ല ഒരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് സംഭവം. അത് നിങ്ങളിത് വായിച്ചണം കേട്ടോ. ഇതാണ് സംഭവം കേട്ടോ. ഇപ്പം ചിലപ്പം നിങ്ങൾ പലരും ഇത് കണ്ടിട്ടുണ്ടായിരിക്കും, കഴിച്ചിട്ടുണ്ടായിരിക്കും. ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സംഭവം കാണിച്ചത്. അപ്പോൾ ഒത്തിരി മോൾക്കാണെങ്കിൽ നല്ല സന്തോഷമായിരുന്നു. എന്താ പറയുന്നത്, അതും ബർത്ത്ഡേക്കൊക്കെ പോയിട്ട് ഭയങ്കര സന്തോഷമല്ലേ. ഇപ്പോൾ കൂട്ടുകാർക്ക് കൊണ്ട് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തായിരുന്നു. പിന്നിപ്പം ഇങ്ങനെ ഞാൻ പറഞ്ഞാൽ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യട്ടെന്ന് പറഞ്ഞുകൊണ്ട് കണ്ണു പറഞ്ഞു അമ്മ ഇതെന്തോ വീഡിയോ ചെയ്യാനോ. അപ്പം നമ്മൾ സാരമില്ല, ഇന്ന് ഇതാവട്ടെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പം ശരിയെങ്കിൽ നാളെ കാണാമേ.